ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞു അല്ലേ. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മഴയൊന്നും ഇല്ല കേട്ടോ. ഇവിടെയും വെള്ളമൊക്കെ നന്നായി താഴ്ന്നിട്ടുണ്ട്. സേഫ് ആയിട്ട് എല്ലാവരും ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ ചലഞ്ചിലെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഫേഷ്യൽ മസാജ് എങ്ങനെ ചെയ്യാം. നമ്മുടെ ഫേഷ്യൽ മസാജും ഫേസ് യോഗയും കൊണ്ടാണ് എൻ്റെ ഫേസിലത്തെ, അതായത് ഒത്തിരി ഫാറ്റും അതുപോലെ തന്നെ ഫേസിന് ആ ഒരു നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ളതും അതുപോലെ നെക്ക്, നമ്മുടെ ഡബിൾ ചിന്ന് പെട്ടെന്ന് എന്താ പറയുക വെള്ളമിറക്കിയപ്പോൾ കുരുങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഡബിൾ ചിന്ന്, എനിക്ക് നല്ല ഡബിൾ ചിന്ന് ഉണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ആ ഒരു തമ്പനയിലെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തക്കാളി അല്ല, അത് മത്തങ്ങ പോലെ ഇരുന്നായിരുന്നേ. അപ്പൊ ഒത്തിരി, പിന്നെ അതുപോലെ തന്നെ ചിരിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് എനിക്കിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നില്ല. അതൊക്കെ നമ്മുടെ ഫേസ് യോഗയും അതുപോലെ തന്നെ ഫേഷ്യൽ മസാജും കൊണ്ട് വന്നതാണ്. പിന്നെ നെറ്റിയിൽ റിങ്കിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. പഴയതിൽ നിന്ന് നല്ലോണം വ്യത്യാസമുണ്ട്. ഒത്തിരി എന്ന് പറഞ്ഞാൽ നല്ലോണം വ്യത്യാസമുണ്ട്. അപ്പൊ അതെനിക്ക് കൂടുതൽ വന്നത് ഫേസിലെ ഡിഫറൻസ് ഒക്കെ വരാൻ സാധിച്ചത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല കേട്ടോ, നല്ലോണം അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ട് തന്നെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഡെയിലി നമ്മുടെ സ്കിൻ കെയറിൽ ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണെ ഫേഷ്യൽ മസാജ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കണ്ണിന്റെ ഇടയിലത്തെ ചുളി വരാതിരിക്കാനും, ഇവിടെ നെറ്റിയിൽ ചുളിവ് മാറാനും, നെക്കിൽ അങ്ങനെ കുറെ വരകളില്ലേ അതൊക്കെ മാറാനും, നല്ല രസമായിട്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതിനു മുൻപ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാണ്ട്. എന്താന്ന് വെച്ചാല് എനിക്ക് രണ്ട് മൂന്ന് പേരായിട്ടുണ്ട് ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്നെ ഇൻഫോം ചെയ്യുന്നു. വേറൊന്നുമല്ല, നമ്മുടെ നില സർവീസിന്റെ പ്രോഡക്റ്റ് അത് ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായി മാറും ഭാവിയിൽ. എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരാൾക്കും ഷോപ്പിൽ നിന്ന് കിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവില്ല. അപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വന്ന് കംപ്ലൈന്റ് ആരും ചെയ്യരുത്. നമ്മൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അവിടുന്ന് മാത്രമാണ് നമുക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. ഷോപ്പിലൊന്നും നമ്മൾ വെക്കുന്നില്ല, എവിടെയും വെക്കുന്നില്ല. ഒരു ഷോപ്പിലല്ല, ഇപ്പൊ ഒരു സ്ഥലത്ത് മാത്രം കണ്ടിട്ട് ഇവിടെ മാത്രം നിങ്ങൾ വെക്കുന്നതാണെന്ന് വിചാരിക്കരുത്. എവിടെയും വെക്കുന്നില്ല കേട്ടോ. നമ്മുടെ സ്വന്തമായിട്ടുള്ള സെയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മാത്രമാണ് കിട്ടുക. അപ്പൊ ഓൾറെഡി കുറെ പേർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ വാട്സപ്പ് നമ്പർ. അപ്പൊ ആ ഒരു നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്താലേ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടുന്നൊക്കെ കണ്ടിട്ട് മേടിച്ചിട്ട് അവസാനം എന്തെങ്കിലും അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനും നമുക്ക് അങ്ങനെ നിങ്ങളുടെ അടുത്ത് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് രോഷിനി എന്നാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനപ്പോ പഴയ എന്താ പറയാ, എണ്ണയൊക്കെ ഇടുന്ന സംഭവം ഇട്ടിട്ടാ വന്നിരിക്കണേ. പിന്നെ അതുപോലെ തന്നെ മുടിയൊക്കെ എനിക്ക് ഏറ്റി വെച്ച്, പിന്നെ ഇന്ന് മുടിയിൽ നന്നായിട്ട് എണ്ണയുണ്ട് കേട്ടോ. എണ്ണ വെച്ച് കുളിച്ചിട്ടുണ്ട്. അപ്പൊ നെക്കൊക്കെ ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് നെക്കിലൊക്കെ മസാജ് ചെയ്യണം. അപ്പൊ ഇന്ന് ഓൾറെഡി എന്നെ കൂളി കഴിഞ്ഞതാ, പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് വൈകി. അപ്പൊ ഇപ്പൊ നൈറ്റിൽ എടുക്കുന്ന വേറെ നിവർത്തിയില്ല, നേരം വൈകിപ്പോയി. പിന്നെ 1-2 എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പകലെടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് എടുക്കണേ. അപ്പൊ നമുക്ക് എന്തായാലും വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പ് ഏത് ഓയിലാണ് എടുക്കേണ്ടതെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാം, എവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, അതുപോലെ തന്നെ ഓയിലി, ബ്ലെമിഷ് സ്കിൻ, അങ്ങനെ ഓരോ സ്കിന്നിനെ പറ്റിയിട്ടുള്ള എന്താ എടുക്കേണ്ടതെന്ന്. പിന്നെ നിങ്ങൾ ഓൾറെഡി ആസ് യൂഷ്വൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സ്കിൻ കെയർ ഓയിൽ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഓയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ സ്കിൻ കെയർ ഓയിൽ. അപ്പൊ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി ഒരു ദിവസം പോലും മുടക്കം വരാത്തൊരു സംഭവമാണിത്. വേറെ എന്തിനു മുടക്കം വന്നാലും ഇത് മുടക്കം വരുത്താറില്ല. അപ്പൊ ഈ ഓയിലാണ് എടുക്കണേ. നിങ്ങളിപ്പോൾ അതാണ് ഉപയോഗിക്കുക, അതെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എനിക്ക് വല്ല പിമ്പിളോ മറ്റോ വരികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താറുണ്ട്. കാരണം ഓയിൽ ഇടണം എന്നുള്ളത് എനിക്ക് ഓയിലിട്ട് കുളിക്കുമ്പോഴാണ്, മസാജ് ഒക്കെ ചെയ്ത് കുളിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കുളിച്ചതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. കാരണം എന്നും ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ഫേസിലെ ഫാറ്റൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യം ഡെയിലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്, ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫേസിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ തേക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയാണിത്.
ഇതാ ഇതെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ ആദ്യം ചെയ്യുന്നത് നീരോലിയുടെ എസെൻഷ്യൽ ഓയിലാണ്. കാരണം അത്യാവശ്യം ഒരു 30+ അല്ലെങ്കിൽ ഒരു 25+ ഒക്കെ കഴിയുമ്പോൾ ഫേസിൽ നമുക്ക് റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ ഡ്രോപ്പ് ഇടുള്ളൂ. കാരണം നമുക്കൊരു നീറ്റൽ ഉണ്ടാക്കും. ഒറ്റ ഡ്രോപ്പ് ഇടുള്ളൂ കേട്ടോ. 1.5 ഡ്രോപ്പായി. അങ്ങനെ ഒഴിച്ച കാരണം ശരിക്കും നമുക്കൊരു ഫില്ലറൊക്കെ എടുത്ത് ഒഴിക്കണം. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് സാൻഡൽവുഡ് നമ്മുടെ ഓയിലാണ്. സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിൽ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യോജിച്ചതാണ് സാൻഡൽവുഡ് എസെൻഷ്യൽ ഓയിൽ. അപ്പം അതിൽ നിന്ന് ഒരു 2 ഡ്രോപ്പിനടുത്തേക്ക് ഇടാറുണ്ട്. ഓക്കെ, 2 ഡ്രോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കണം. അപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഓരോ സ്കിന്നിനും ഏതൊക്കെ എടുക്കാന്നുള്ളത്. അപ്പം അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആദ്യം വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്കിലും കൂടിയിട്ട് നമുക്ക് ഫേഷ്യൽ മസാജ് ചെയ്യണം. അപ്പം എന്തെങ്കിലും ഷെയ്ഡോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ. കാരണം ഈ സൈഡിലൊക്കെ ഷെയ്ഡാണ്. കാരണം ഇതാ കണ്ടില്ലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ മസാജ് മാത്രം നോക്കിയാൽ മതി. കാരണം ഇവിടെ ഷെയ്ഡാണ്. എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയണില്ല. എനിക്ക് തോന്നുന്നു ഫാനിൻ്റെ എന്തിൻ്റെയോ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫേസ് ആദ്യം ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസിങ് പൗഡറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുപോലെ ക്ലെൻസ് ചെയ്യാം. അപ്ലൈ ചെയ്തിടാം എല്ലായിടത്തും. നമ്മൾ കണ്ണിലൊക്കെ മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നെക്കിലും മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം എഫക്റ്റീവാണ്. നിങ്ങളുടെ എന്താ പറയുക വരകളും ചുളിവുകളൊക്കെ മാറാനും അതുപോലെ തന്നെ നല്ല രീതിയിലൊരു വ്യത്യാസം വരുത്താൻ ഫേസിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മുടെ ഓയിൽ മസാജ് കൊണ്ട് നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്കിൻ കെയറിൽ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പാണ് ഓയിൽ മസാജ്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മസാജ് ഒന്നല്ല, ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന്. അപ്പോൾ ഞാൻ ഒരു നെക്കൊക്കെ ഇങ്ങനെ ഒത്തിരി ഒന്ന് നീങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കണ്. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഇടാറ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം ഒരു പരിവായതാവും എണ്ണയൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ എന്തെങ്കിലും ഡ്രസ്സിൽ എന്തെങ്കിലും മറ്റോ വല്ല കറയോ മറ്റോ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അല്ലെങ്കിൽ നല്ല ഡ്രസ്സിലേക്ക് ആകുമ്പോഴേ ഒരു കറ പോലെ പിടിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് യാതൊരു പ്രശ്നമില്ല ഈ എണ്ണ തേച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അപ്ലൈ ചെയ്തത്. നിങ്ങൾ ഓയിലി സ്കിന്നും കോമ്പിനേഷനോ അതുപോലെ തന്നെ നമ്മുടെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ 10 മിനിറ്റിലോ അല്ലെങ്കിൽ 15 മിനിറ്റിലോ കൂടുതൽ ആ ഒരു ഉള്ളിൽ നിങ്ങൾ ഫേഷ്യൽ മസാജ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ ഒരു ഡള്ള് പോലെ ഇരിക്കുന്നത് എണ്ണ തേച്ചുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കളറുള്ള എണ്ണയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 വിരലുകളും 2 കൈയും നമുക്ക് കൈയിൻ്റെ വിരലുകളും ഇങ്ങനെ ജോയിൻ്റ് ആക്കി പിടിച്ചിട്ട് താടിയുടെ അവിടെ നിന്ന് ഇങ്ങനെ താങ്ങിയിട്ട് നേരെ മൂക്കിൻ്റെ സൈഡിൽ കൂടി നെറ്റിയിൽ വന്ന് പുരുകത്തിൻ്റെ സൈഡിൽ വന്ന് നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ നേരെ താടീൻ്റെ അവിടെ നിന്ന് താങ്ങിയിട്ട് മൂക്കിൻ്റെ സൈഡിൽ വന്ന് നെറ്റിയുടെ അവിടെ വന്നിട്ട് പുരുകത്തിൻ്റെ അറ്റത്ത് വന്ന് നിർത്തുക. അതാണ് ആദ്യത്തെ ഫേഷ്യൽ മസാജ്. ഇത് 3 തവണ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ എണ്ണം കൂട്ടാം. പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് 3 തവണ വീതം ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നമ്മുടെ ഡബിൾ ചിന്നും നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു അടിയിലത്തെ ഭാഗം ഒന്ന് സ്ലിം ആവാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ നമ്മുടെ 2 ചൂണ്ടുവിരലും നടുവിരലും കൂടിയിട്ട് നമ്മുടെ ഈ താടിയുടെ ഇടയിലേക്ക് ആക്കിയിട്ട് ബാക്കി വിരലുകൾ കഴുത്തിൻ്റെ അവിടെ അമർത്തിയിട്ട് പുറകിലേക്ക് ഇങ്ങനെ വലിക്കുക. അതൊരു 5 വട്ടമൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസം തോന്നുകയാണെങ്കിൽ കുറവ് ചെയ്താൽ മതി. എണ്ണം കുറച്ചിട്ട് അത് പിന്നെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മൂന്നാമത്തത് ചെയ്യാം. മൂന്നാമത്തത് വന്നിട്ട് നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ വന്നിട്ട് നമ്മുടെ ചെവിയുടെ പുറകിലേക്ക് വന്ന് അവസാനിപ്പിക്കുക. ചുണ്ടിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മുടെ കവിളുകൾ ബാക്കിലേക്ക് അമർത്തി നമ്മുടെ ചെവിയുടെ പുറകിലേക്ക് വന്ന് അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കൂടുതൽ എക്സ്ട്രാ കവിളുകളൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ നമ്മുടെ ഫേസ് ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സാഗ് ചെയ്യുന്നതൊക്കെ കുറയാനാണ്. പിന്നെ നമുക്കിങ്ങനെ ഒരു 3 വട്ടം ബാക്കിലേക്ക് ചെയ്തിട്ട് കൈ കൊണ്ട് 4 വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം.
പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ രണ്ട് മാറി മാറി ചെയ്യാം. പിന്നെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു 3 വട്ടം നമ്മൾ ഇതുപോലെ ബാക്കിലേക്ക്, അതായത് ചുണ്ടിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ അവിടേക്ക് ചെയ്യുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് വിരലുകൾ കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ചെവിയുടെ ബാക്കിലേക്ക്, ചുണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക്, കണ്ണിൻ്റെ താഴെയാണ് കേട്ടോ, എന്നിട്ട് ഇതുപോലെ തട്ടി കൊടുക്കാം. അതങ്ങനെ മാറി മാറി ചെയ്യുക. 2 വട്ടം നമ്മൾ നമ്മുടെ ചുണ്ടിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ അവിടേക്ക് നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുക വിരലുകൊണ്ട്. പിന്നത്തെ വട്ടം നമ്മൾ ചുണ്ടിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ അവിടേക്ക് ബാക്കിലേക്ക് മസാജ് ചെയ്താൽ വിരലുകൾ കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ തട്ടി കൊടുക്കുക. അത് നമ്മളങ്ങനെ മാറി മാറി ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ബാക്കിലേക്ക് ചുണ്ടിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ അവിടേക്ക് എടുത്തിട്ട് വിരലുകൊണ്ട് അടിക്കുക. പിന്നെ നമ്മളിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ കൈ വിരലുകൾ രണ്ടും ഇതുപോലെ മുഷ്ടി ചുരുട്ടി പിടിക്കുക. എന്നിട്ട് ആ ചുരുട്ടിയ ഭാഗം കൊണ്ട് നമുക്ക് മുകളിലേക്ക് നമ്മൾ ഒന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മുകളിലേക്കൊന്ന് ഉയർത്തി, അതായത് വളരെ പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. പതുക്കെ ഒഴിഞ്ഞ് ബാക്കിലേക്ക് നമ്മൾക്ക് കൊണ്ടുപോകും. അപ്പോൾ കണ്ണിൻ്റെ നമ്മുടെ സൈഡിലത്തെ അവിടെ നിന്ന് വേണം നമ്മൾ ബാക്കിലേക്ക് എത്തിക്കാനായിട്ട്. 2 കണ്ണിൻ്റെയും നമ്മുടെ ആ ഒരു സൈഡിൽ. അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ചുളിയും, നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ അവിടെ അങ്ങനെ നമുക്ക് ഫൈൻ ലൈൻസ് വന്നു തുടങ്ങും. അപ്പോൾ അതിനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന, അതായത് കവിളിൻ്റെ ഭാഗത്തും മൂക്കിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ചുളിവുകളൊക്കെ വരാതിരിക്കാനും സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേഷ്യൽ മസാജാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കണ്ണിന് നമ്മൾ കൊടുക്കുന്ന മസാജുകളാണ്. ഒരു 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് കണ്ണിന് ചുറ്റും ഇങ്ങനെ നമ്മൾ പയ്യനെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക റൗണ്ടിൽ. അപ്പോൾ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ്, കണ്ണിലെ ചുളിവ്, കണ്ണിൻ്റെ അടിയിലത്തെ തടിപ്പ്, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 പ്രാവശ്യം 5 പ്രാവശ്യം എങ്ങാനും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണിന് തന്നെയാണ്. അപ്പം നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് നമ്മൾ കൺപോളകളിൽ എസ് എന്ന് എഴുതാം. അതായത് നമ്മുടെ പുരികത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് കൺപോളയിൽ അവസാനിക്കുന്ന പോലെ എസ് എന്ന് എഴുതാം. നിങ്ങൾ ഈ കാണുന്നില്ലേ, എസ് എന്നിങ്ങനെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിനും വളരെ നല്ലതാണ്. അതായത് കണ്ണിന് നല്ലതാണ്, അതുപോലെ കണ്ണിൻ്റെ അവിടുത്തെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ചുളിവ് വരാതിരിക്കാൻ നല്ലതാണ്. കുറേ കാര്യങ്ങൾക്ക് നമുക്കിത് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു റീഫ്രഷ് ആയിട്ടൊരു നല്ലൊരു ഫീലിങ്സുമാണ് ഇത് ചെയ്യുമ്പോൾ കണ്ണിന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഐ മസാജ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെയിം തന്നെയാണ്. നമ്മുടെ റിംഗ് ഫിംഗർ എടുത്തിട്ട് നമ്മുടെ പുരികം അവസാനിക്കുന്നിടത്തു നിന്ന് നമ്മൾ കണ്ണിൻ്റെ അടിയിലേക്ക് എസ് എന്ന് എഴുതി കൊടുക്കുക. നിങ്ങൾ കാണുന്ന പോലെയാണ് കേട്ടോ. പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല, പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി ചെയ്യുന്നത്. ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് 2 സൈഡും ഇങ്ങനെ എസ് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും നമ്മുടെ ആ ഒരു കണ്ണിന് ചുറ്റുള്ള സ്കിന്നിനും വളരെ നല്ലതാണ്, നമ്മുടെ ഐബ്രോസിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ മസാജിൽ പെടുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ നെറ്റീമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പെട്ടെന്ന് ചുളിവ് വരിക. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ 2 ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇങ്ങനെ മാറി മാറി നമ്മൾ ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ല, ഇതുപോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ, 2 ചൂണ്ടുവിരൽ വെച്ചിട്ട്. അപ്പോൾ ഫേസിൽ നമ്മുടെ എണ്ണയുടെ കളറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫേസ് ഒരു റെഡായിരിക്കുന്നത് കംപ്ലീറ്റ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ഫീലിങ്സാണ്. പിന്നെ നമുക്ക് നമ്മുടെ ചൂണ്ടുവിരലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ വിരലും വെച്ചിട്ട് നമുക്ക് എസ് എന്ന് എഴുതി കൊടുക്കാം നെറ്റീമേ. അപ്പോൾ ഇത് മറ്റൊരാൾ ചെയ്ത് തരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ഫീലിങ്സ് ഉണ്ടാവുക. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് അറിയുമ്പോഴാണ്, കാണാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേഗം ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ നെറ്റീമ കൊടുക്കുന്നത് ആദ്യം ഇതുപോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആക്കിയിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എസ് എന്ന് നമ്മുടെ ചൂണ്ടുവിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫിംഗറും വെച്ചിട്ട് എസ് എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നെറ്റീമത്തെ ചുളിവ് മാറാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തത് നമ്മുടെ നെക്കിനാണ്. അപ്പോൾ കുറേ പേർക്ക് നെക്കിൻ്റെ പ്രോബ്ലം, നെക്ക് തടിച്ചതാണ്, നെക്കിൽ ഭയങ്കര ചുളിവ് എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ 2 കൈപ്പത്തി നമ്മൾ ആദ്യം നെക്കിൻ്റെ സൈഡിലൂടെ ചെവിയുടെ പുറകിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് പ്രഷർ കൊടുത്തിട്ടും താഴേക്ക് വരുമ്പോൾ പ്രഷർ കുറഞ്ഞിട്ടും ചെയ്യാം കേട്ടോ. അതായത് മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സാഗിങ് ഒഴിവാക്കാനായിട്ട് മുകളിലേക്ക് കുറച്ചൊന്ന് പതുക്കെ പ്രഷർ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാം. താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ പയ്യനെ സ്ലോ ആക്കി കൊണ്ടുവരാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളുണ്ട്. നെക്ക്
നെക്ക് നമുക്കൊരു ഷേപ്പ് ആകാനും അതുപോലെ തന്നെ നെക്കിലെ ചുളിവ് മാറാനും അതേപോലെ നമ്മുടെ ജോ ഉണ്ടല്ലോ താടിയുടെ ആ ഒരു സൈഡിലുള്ള ആ ഒരു നമുക്ക് കൂടുതലായി തടിച്ച് നിൽക്കുന്നതും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ജോയിൻ്റെ അവിടെയും കൂടി നമുക്ക് നമ്മുടെ കൈ ടച്ച് ആവുന്നുണ്ട് ചെവിയുടെ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ഒരു കഴിയുന്ന രീതിയിൽ, അതായത് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ അപാകത തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അതാ ഇതുപോലെ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു ഇതാണ് നമ്മുടെ ഈ താടിയുടെ അടിയിലുള്ള ആ ഒരു കൂടുതലായിട്ട് തോന്നുന്ന ആ ഒരു ഭാഗം ഞാനൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് ചെവിയുടെ ബാക്കിലേക്ക്. അതായത് നമ്മുടെ 2 വിരൽ വെച്ചിട്ട് നമ്മുടെ നടുവിരലും ചൂണ്ടുവിരലും വെച്ചിട്ട് ജോയിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കും. പിന്നെ നോസിൻ്റെ അവിടെ ഞാനൊന്ന് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ചെയ്ത ഫേഷ്യൽ മസാജ് ഉണ്ടല്ലോ, ഇപ്പം ഈ ഒരു സ്റ്റെപ്പുകളിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്തത് നമ്മുടെ മൂക്കിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് പോയിട്ട് നെറ്റിയുടെ അവസാനം ചെല്ലുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. ഇതൊന്നും നമുക്ക് ആ ഒരു മൂക്കിൻ്റെ അവിടെ എന്തെങ്കിലും ചുളിവ് മറ്റൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ ഒന്ന് ഷേപ്പ് ആവാനൊക്കെ നമുക്ക് നല്ലതാണ്. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഇത് ഒന്നും കിട്ടില്ല കേട്ടോ. നമുക്കിതൊരു 5-6 മാസം ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരിക. പക്ഷേ നമ്മൾ എന്തായാലും ഡെയിലി എണ്ണ തേക്കുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്, അധികം നമ്പറൊന്നും വേണ്ട, കുറച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ, ഫേഷ്യൽ സ്റ്റെപ്പുകൾ. ഇതാണ് നമ്മുടെ ആ ഒരു ഫേഷ്യൽ സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും കുറേ ഉണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മളിത് ഡെയിലി ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യണതാണെങ്കിൽ ഇപ്പോൾ വീഡിയോ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടി വരും. പക്ഷേ നമുക്കത് ഡെയിലി ചെയ്യുമ്പോൾ നമുക്കത് കാണാപ്പാടായിരിക്കും. ആദ്യം എന്ത് വേണം, പിന്നെന്ത് വേണം, പിന്നെ കണ്ണിന് എന്തൊക്കെ കൊടുക്കണം, നെറ്റിയും എന്തൊക്കെ കൊടുക്കണം, അതുപോലെ കഴുത്തിന് എന്തൊക്കെ കൊടുക്കണം, മൂക്കിന്. അത് നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്കിങ്ങനെ മനപ്പാടാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയും. പിന്നെ ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് അവസാനിപ്പിക്കുക. അപ്പോൾ എണ്ണം കുറച്ചിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് കുറേ നേരം ഇടണ്ട. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഈ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫേസിൽ നന്നായിട്ട് എണ്ണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പിടിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെങ്ങനെയാണ് വാഷ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിൽ ടവൽ മുക്കിയിട്ട് ഫേസ് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് നമുക്ക് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുക എണ്ണയൊക്കെ. അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് ഉണ്ടാവും. പക്ഷെ അമിതമായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ നന്നായിട്ട് റിമൂവ് ആവും. അതിനുശേഷമാണ് നമ്മൾ പാക്ക് ഇടുന്നത്. അപ്പോൾ പാക്ക് നമുക്ക് നെക്സ്റ്റ് കാണിക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇളം ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുള്ളൊരു ടവൽ എടുത്തിട്ട് നമുക്ക് പയ്യെ ഒന്നിങ്ങനെ മസാജ് എടുക്കാം. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ ഒരു ചൂടാണ്. നമുക്ക് ആ ഒരു പ്രഷറൊക്കെ കിട്ടിയിട്ടേ ഫേസ് നല്ലോണം സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഗ്ലോയിങ് അറിയണമെങ്കിൽ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ടവലെടുത്തൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ ടവലെടുത്തിട്ട് വരാം. ഇവിടെ ഒരു എന്താ പറയുക, കുറച്ചൊന്ന് ഇളം ചൂടാക്കിയിട്ടുള്ള ടവൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലേക്ക് ഒന്നിങ്ങനെ തുടച്ചെടുക്കാം. അപ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവും. നെക്കിന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ആ ഒരു ഗ്ലോയിങ് ഉണ്ടാവും. അതേപോലെ കുറേ എണ്ണമയായിട്ട് ഇരിക്കില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതായത് തുടച്ചെടുക്കണ്ട, കുറച്ചും കൂടി നേരം വെച്ചിട്ട് നമുക്ക് തുടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ. നമുക്ക് ഡ്രൈ സ്കിന്നാണ്, നമ്മുടെ സ്കിന്നിൽ ഓയിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന് കുറച്ച് നേരം വെക്കാം. ഞാൻ കുറച്ച് നേരം കൂടി വെച്ചിട്ടാണ് തുടയ്ക്കുക. അപ്പോൾ ഇപ്പോൾ രാത്രി സമയമായതുകൊണ്ട് ഞാൻ തുടച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ തുടച്ചെടുക്കാം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക്. ഇപ്പം നമ്മുടെ ഫേസ് നല്ല എന്താ പറയുക, നല്ല ടൈറ്റും നല്ലൊരു ചൂടൊക്കെ ഉണ്ട് ഫേസിന്. ആ ഒരു ഓയിൽ മസാജ് ചെയ്ത് കാരണം ശരിക്കും കുറച്ചും കൂടി സമയം ഞാൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഓയിൽ മസാജിന്റെ സ്റ്റെപ്പുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്കാണെങ്കിലും, നെക്കൊക്കെ ശരിക്കും നമ്മുടെ ഇങ്ങനെ കുറേ ആയിട്ട് നിൽക്കണതൊക്കെ ബാക്കിലേക്ക് പോയിട്ട് ശരിക്കും നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ എണ്ണയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടാൽ മതി. എണ്ണ ഒരു മസാജ് ചെയ്യുമ്പോൾ എണ്ണ ഇട്ടത് കൊണ്ടാണ് കുറച്ചൊരു ഇതായിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കണം. എല്ലാവരും സ്റ്റെപ്പൊക്കെ നോക്കിയിട്ട് ഡെയിലി ചെയ്ത് നോക്കുക. അത്യാവശ്യം ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഈ ഒരു മസാജ് നല്ലതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിലുകളിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഇതൊന്നും ഇല്ല, അപ്പോൾ എന്താ വേണ്ടതെന്ന്. പക്ഷേ ഇത് ഇട്ടില്ലെങ്കിൽ വെറുതെ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരും, പിമ്പിൾസ് വരും. അപ്പോൾ അത് കാരണം അപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും പിമ്പിൾസ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക,
ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടീ ട്രീ ഓയിലൊക്കെ ആക്നെ പ്രോൺ സ്കിന്നുകാരൊക്കെ. പിന്നെ പിമ്പിൾസ് ഉള്ളവർ ഇത് ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. പിമ്പിൾസ് മാറിയിട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിമ്പിൾസ് കൂടാൻ നല്ല ചാൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പിമ്പിൾസ് ഉള്ളവർ ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടിപ്പുവിന്റെ കരച്ചിലാണ് അവിടെ കേൾക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.